കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിച്ച് പി.സി. ജോർജ്. അവർ പലതും പറഞ്ഞപ്പോൾ അരിശം തോന്നി, ഞാൻ പലതും പറഞ്ഞു. തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് പരസ്യമായ മാപ്പ് ചോദിക്കുന്നുവെന്നും പി.സി. ജോർജ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പൂഞ്ഞാറിൽ മത്സരചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. എനിക്കിപ്പം BJP സ്ഥാനാർത്ഥി പി.സി. ജോർജ് പിടിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിലെ എല്ലായിടത്തും ഫ്ലക്സും പോസ്റ്ററൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയുണ്ട് പ്രതീക്ഷയോ? അതെന്നാ ചോദ്യം. 100% ജയിക്കും, അതിനകത്ത് ഒരു സംശയവും വേണ്ട. പൂഞ്ഞാറിൽ ജനങ്ങൾ എന്നെ മറക്കുന്ന പ്രശ്നമില്ല. അത് ഞാൻ അവരുമായിട്ട് അത്ര ബന്ധമുള്ള, അഭേദ്യമായ ബന്ധമുള്ള ജനവിഭാഗമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ആ തെറ്റിദ്ധാരണയൊക്കെ നീങ്ങി ഞാൻ ഒരു തെറ്റും ചെയ്യുന്നതിനല്ലെന്നും ആ വിഭാഗവും ആയിട്ട് ഞാൻ നല്ല ബന്ധം ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരും പരിപൂർണ്ണ പിന്തുണ തന്നിരിക്കുകയാണ്. എല്ലാ വിഭാഗത്തിൻ്റെ വോട്ട് സംശയം എന്താന്ന്, കഴിഞ്ഞ തവണ വഞ്ചിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് അതിനകത്തൊരു തെറ്റ് പറ്റും, അതാ ക്ഷമ പറയാറുണ്ട്. അതായത് അവരങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അരിച്ചത് ഞാനും ആണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു തെറ്റെൻ്റെ ഭാഗത്തുണ്ടായി. ഞാനതിനവർ പരസ്പരം ക്ഷമ പറയുക, അതല്ല അതിന് മര്യാദ. പൊതുപ്രവർത്തനം ആരോടും പിണങ്ങേണ്ട കാര്യം തന്നെയാണ്. വളരെ സന്തോഷമായിട്ട് പോകാൻ കഴിയണം. ഏതായാലും ഈ നിയമത്തിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ്. അതിൻ്റെ തുടർ നടപടികൾ പലതും ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ 5 കൊല്ലം നഷ്ടപ്പെട്ടു പൂഞ്ഞാറിന്. അത് 5 നഷ്ടപ്പെട്ടതിനോ ഒന്നും ചെയ്തില്ല. ഇവിടെ വേറെ വലിയ സങ്കടം എന്നാണെന്നറിയോ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാടുവിട്ട് പോയിരിക്കും. അവരെ തിരികെ കൊണ്ടുവരണം, എൻ്റെ വലിയ ആവശ്യമാണ്. മത്സരം ആരൊക്കെ തമ്മിലാ? BJP-യും LDF ആയിട്ടാണോ അല്ലെ UDF ആയിട്ടാണോ? UDF കണക്കാന്ന്. UDF-ന് സ്ഥാനാർത്ഥി പൂഞ്ഞാറുകാർ 5 പേര് സ്ഥാനാർത്ഥിയായിട്ട് വന്നതാണ്. ആ 5 എണ്ണത്തിനെ കളഞ്ഞേച്ച് പാലക്കാരനെ പിടിച്ച് നിർത്തിയിരിക്കുക. അതൊക്കെ അത് പാലക്കാരെന്ന് മാത്രമല്ല, പുള്ളി ഒരു വർഷത്തെ ഒരു 8-9 മാസം അമേരിക്കയിലാണ്. ഇവിടെ ഇടയില്ലെന്ന്. പൂഞ്ഞാറല്ല, ഈ പ്ലാസ്റ്റിനാക്കാരനാണ്. തലപ്പലം പഞ്ചായത്ത് പാലാനിയുള്ള അങ്ങേര് ഇവിടെ ഇല്ല. പിന്നെ ഇങ്ങനെ വർത്താൻ പറഞ്ഞിട്ട് കാര്യം. ഇവിടെ MLA നാട്ടിൽ വേണ്ടേ. പിന്നെ മറ്റൊരാളുള്ളത് അറിയാമല്ലോ, ഇടതുപക്ഷം ഗുണമൊന്നുമില്ലാന്ന് ജനത്തിന് ബോധ്യമായി. അതുകൊണ്ട് നമ്മുടെ വിജയം അനായാസമാണ്. പിന്നെ മത്സരം ആരൊക്കെ തമ്മിൽ 3-ാം സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം ഉണ്ടാക്കണമെന്നുണ്ട്. അതായത് UDF സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി തമ്മിൽ 3-ാം സ്ഥാനത്തിന് ഭയങ്കര ഫൈറ്റാണ് നടക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് 2 സ്ഥാനാർത്ഥികളാണ്. ഷോൺ ഇവിടെ പാലായിൽ മത്സരിക്കുന്നുണ്ട്. അതല്ലേ നല്ലത്, അതാണ് നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മകൻ പാലായി മത്സരിക്കും. നല്ല ഭൂരിപക്ഷം ജയിക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. എൻ്റെ പഴയ പൂഞ്ഞാറിൻ്റെ 6 പഞ്ചായത്തുണ്ട് പാലായിൽ. ഇങ്ങനെ എല്ലാവിധ അനുകൂല സാഹചര്യമുണ്ട്. അവൻ പാലായി നിൽക്കാനാണ് ഞാനും നിർദ്ദേശിച്ചതാണ്. പക്ഷേ ഞാൻ നിൽക്കുന്നില്ലെന്ന് തീരുമാനമെടുത്ത. പക്ഷേ പാർട്ടിയുടെ ശക്തമായ നിർദ്ദേശം മാത്രമല്ല, സമ്മർദ്ദവും സമുദായ നേതാക്കന്മാരുൾപ്പെടെ എന്നോട് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിന്നത്. അല്ല, നിൽക്കില്ല. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അതിലൊരു വികാരമുണ്ട്, ഭയങ്കര വികാരം. ഇതുപോലെ ജനവിരുദ്ധനായിട്ട് എങ്ങനെ മാറാൻ പറ്റുമോ എനിക്ക് അത്ഭുതമാണ്. പാലായിൽ മത്സരം ആരൊക്കെ തമ്മിലാ? ഷോണും ജോസ് കെ മാണിയാണോ മാണി കാപ്പനാണോ? അതും എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ മാണി കാപ്പൻ ഒരു ഒത്തിരിയേറെ ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ പ്രശ്നം ഉണ്ടായത് അവിടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ ഞാൻ മാണി കാപ്പൻ സപ്പോർട്ട് ചെയ്ത ആളാണ്. പക്ഷേ പുള്ളി ഒന്നും വെച്ചാൽ നേരമില്ല. പുള്ളി പുള്ളി ബിസിനസ് വേറെ ആയിപ്പോയി. പിന്നെ ഈ മാണി സാറിൻ്റെ പേര് പറയാൻ ജോസ് കെ മാണിക്ക് അവകാശമില്ല. അത് കൂടുതൽ ഇപ്പോൾ ഇലക്ഷൻ ആയിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ദയനീയമായൊക്കെ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഒരു വീട്ടിൽ നിന്ന് 2 MLA ഉണ്ടാവും. സംശയം എന്താ? കേരള നിയമസഭ ചരിത്രത്തിൽ ആദ്യമായി അപ്പനും മകനും ഒരുമിച്ച് നിയമസഭ കാണും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പി.സി. ജോർജ് ഉള്ളത്. ചരിത്രത്തിലാദ്യമായി ഒരു വീട്ടിൽ നിന്ന് 2 MLA-മാർ ഉണ്ടാകുമെന്നാണ് പി.സി. ജോർജ് പറഞ്ഞു വയ്ക്കുന്നത്. പൂഞ്ഞാറിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.